ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ലെസൺസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ലെസണും ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസിൽ കുഡ് ഹാവ്, വുഡ് ഹാവ്, മൈറ്റ് ഹാവ്, മേ ഹാവ്, മസ്റ്റ് ഹാവ് എന്നൊക്കെ വരില്ലേ? അത്തരം സെൻറ്റൻസുകൾ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചേഞ്ചാണ് വരുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. സാധാരണ ഒരു സെൻറ്റൻസിൽ, ആക്റ്റീവ് വോയിസ് സെൻറ്റൻസിൽ കുഡ് ഹാവ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഒരു കാര്യം, കഴിഞ്ഞു പോയ ഒരു കാര്യം നമ്മൾ പറയുകയാണ്, എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ്. എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു, അത് ചെയ്തില്ല, പിന്നീട് അതിനെപ്പറ്റി പറയുകയാണ്. അതല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ഡൺ ദാറ്റ്. ഞാനത് ചെയ്യുമായിരുന്നു, അതും ചെയ്തിട്ടില്ല, ചെയ്യുമായിരുന്നു. അതേപോലെ ഐ ഷുഡ് ഹാവ് ഡൺ ദാറ്റ്. ഞാനത് ചെയ്യണമായിരുന്നു. അതേപോലെ തന്നെ മേ ഹാവ്, മൈറ്റ് ഹാവ്, മസ്റ്റ് ഹാവ് ഒക്കെ ഉപയോഗിക്കാം. ഇതൊക്കെ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത്തരം സെൻറ്റൻസുകളെയും നമുക്ക് പാസീവ് വോയിസ് സെൻറ്റൻസിലേക്ക് മാറ്റണ്ടേ? പാസീവ് വോയിസ് സെൻറ്റൻസുകൾ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടാവില്ല. ആക്ടിവിറ്റി, നടക്കുന്ന ആക്ടിവിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അത്തരം ഒരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസിനെ എങ്ങനെ പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കി മാറ്റാം? കുഡ് ഹാവ്, വുഡ് ഹാവ്, മൈറ്റ് ഹാവ്, മേ ഹാവ്, മസ്റ്റ് ഹാവ്, ഷുഡ് ഹാവ് എന്നൊക്കെ വരുന്ന ആക്റ്റീവ് വോയിസ് സെൻറ്റൻസുകളെ എങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസ് സെൻറ്റൻസിലേക്ക് മാറ്റുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമുക്ക് ഓരോ എക്സാമ്പിളായിട്ട് അത് നോക്കാം. ഒരു എക്സാമ്പിൾ, ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് ഹെർ. ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് ഹെർ ഒരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്. എനിക്ക് അവളെ സഹായിക്കാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് ഹെർ എന്ന് പറയുമ്പോൾ ആദ്യം സബ്ജക്റ്റ് ഐ ഉപയോഗിച്ചു, പിന്നെ കുഡ് ഹാവ് എന്ന് ഉപയോഗിച്ചു, പിന്നെ ഉപയോഗിക്കുന്നത് വേർബിൻ്റെ V3 ഫോമാണ് ഹെൽപ്ഡ് എന്നത്. ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് ഹെർ. ഇതിനെ നമുക്ക് പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കി മാറ്റണം. ആക്റ്റീവ് വോയിസ് സെൻറ്റൻസിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് കുഡ് ഹാവ് എന്നാണ്. മോഡൽ ഓക്സിലിയറി വേർബാണ് ഉപയോഗിച്ചത്. പിന്നെ ഉപയോഗിച്ചത് വേർബിൻ്റെ V3 ഫോം ആണ്. പിന്നെയാണ് ഓബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കുമ്പോൾ ഷീ കുഡ് ഹാവ് ബീൻ ഹെൽപ്ഡ് ബൈ മീ എന്നാണ്. അവിടെ മീനിങ് എന്താ വരുന്നത്? അവൾ സഹായിക്കപ്പെടുക എന്ന ഒരു കാര്യം സാധ്യമായിരുന്നു, അവൾക്ക് സഹായം കിട്ടാൻ അതൊരു സാധ്യമാകുന്ന കാര്യമായിരുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. സഹായിക്കപ്പെടാൻ സാധ്യമായിരുന്നു എന്നാണ് പറയുമ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത്. പക്ഷെ അവൾക്ക് സഹായം കിട്ടിയില്ല. അപ്പോൾ ഷീ കുഡ് ഹാവ് ബീൻ ഹെൽപ്ഡ് ബൈ മീ. എന്നാൽ ഞാനായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ബൈ മീ എന്ന ഒരു സബ്ജക്റ്റിനെ നമ്മൾ ആ സെൻറ്റൻസിൻ്റെ എൻഡിലേക്ക് മാറ്റി. ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് ഹെർ എന്ന ആക്റ്റീവ് വോയിസ് സെൻറ്റൻസിനെ പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കിയപ്പോൾ ഷീ കുഡ് ഹാവ് ബീൻ ഹെൽപ്ഡ് ബൈ മീ. ഇതാണ് ചേഞ്ച് വരുത്തേണ്ടത്. ഒരു ബീൻ അവിടെ ആഡ് ചെയ്തു, മാത്രമല്ല ഓബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയുള്ള ചേഞ്ചസ് വന്നു. ആക്റ്റീവ് വോയിസിലായാലും പാസീവ് വോയിസിലായാലും വേർബിൻ്റെ V3 ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയാം. യു ഷുഡ് ഹാവ് ഹെൽപ്ഡ് ഹെർ. അത് ഒരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ എന്താ? യു ആണ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് ഷുഡ് മോഡൽ ഓക്സിലിയറി വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് കഴിഞ്ഞ് ഹാവ്, പിന്നെ ഹെൽപ്ഡ് വേർബിൻ്റെ V3 ഫോം, അത് കഴിഞ്ഞിട്ടാണ് ഹെർ ഓബ്ജക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് മോഡൽ ഓക്സിലിയറി വേർബ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഓബ്ജക്റ്റ്. ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് പാസീവ് വോയിസ് സെൻറ്റൻസിലേക്ക് മാറ്റണം. അവിടെ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല, നമുക്ക് ഓബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഷീ ഷുഡ് ഹാവ് ബീൻ ഹെൽപ്ഡ് ബൈ മീ എന്നാക്കണം. ഷീ ഷുഡ് ഹാവ് ബീൻ ഹെൽപ്ഡ് ബൈ മീ. അപ്പോൾ അവിടുത്തെ സ്ട്രക്ചർ എന്താ? ഷീ ആണ്. അപ്പോൾ അവിടെ ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ഓബ്ജക്റ്റ് ആണ്. ഓബ്ജക്റ്റ് പ്ലസ് മോഡൽ ഓക്സിലിയറി വേർബ് പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 form of the verb
പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഈ ബൈ പ്ലസ് സബ്ജക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഐ ഷുഡ് ഹാവ് ഹെൽപ്ഡ് ഹെർ ആക്റ്റീവ് വോയിസ്, ഷീ ഷുഡ് ഹാവ് ബീൻ ഹെൽപ്ഡ് ബൈ മീ എന്നത് പാസീവ് വോയിസ് സെൻറ്റൻസ്. ഇനി അടുത്തൊരു സെൻറ്റൻസ്, യു ഷുഡ് ഹാവ് പണിഷ്ഡ് ഹിം. നിങ്ങൾ അവനെ പണിഷ് ചെയ്യണമായിരുന്നു, ശിക്ഷിക്കണമായിരുന്നു. ഇത് ഒരു ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്. യു സബ്ജക്റ്റ്, ഷുഡ് ഹാവ് പ്ലസ് V3 ഫോം, പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഓബ്ജക്റ്റ്. യു ഷുഡ് ഹാവ് പണിഷ്ഡ് ഹിം. നിങ്ങൾ അവനെ ശിക്ഷിക്കണമായിരുന്നു. ഇതിനെ പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കുമ്പോൾ ഹി ഷുഡ് ഹാവ് ബീൻ പണിഷ്ഡ് ബൈ യു എന്നാണ് വേണ്ടത്. ഹി ഷുഡ് ഹാവ് ബീൻ പണിഷ്ഡ് ബൈ യു. ഇനി വേറൊരു സെൻറ്റൻസ്, ഹി വുഡ് ഹാവ് പർച്ചേസ്ഡ് എ കാർ. ഹി വുഡ് ഹാവ് പർച്ചേസ്ഡ് എ കാർ. ഇവിടെ വുഡ് ഹാവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹി വുഡ് ഹാവ് പർച്ചേസ്ഡ് എ കാർ എന്ന് പറയുമ്പോൾ അവൻ ഒരു കാർ വാങ്ങുമായിരുന്നു എന്നാണ്. വാങ്ങുമായിരുന്നു. ഇതിനെ നമുക്ക് ഒരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കി മാറ്റണം. എ കാർ എന്നതാണ് ഇവിടെ ഓബ്ജക്റ്റ്. അപ്പോൾ എ കാർ വുഡ് ഹാവ് ബീൻ പർച്ചേസ്ഡ് ബൈ ഹിം. നോക്കൂ, പാസീവ് വോയിസ് സെൻറ്റൻസ് ആവുമ്പോൾ ബീൻ എന്നുകൂടി ആഡ് ചെയ്തു. ആക്റ്റീവ് വോയിസ് സെൻറ്റൻസിലും പാസീവ് വോയിസ് സെൻറ്റൻസിലും V3 ഫോം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹി മൈറ്റ് ഹാവ് ബ്രോക്കൺ ദിസ് ചെയർ. അവൻ ഈ ചെയർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകാം. ബ്രേക്ക് ചെയ്തിരിക്കാം. ഹി മൈറ്റ് ഹാവ്. അവിടെ നമ്മളൊരു പോസിബിലിറ്റിയാണ്, അതുകൊണ്ടാണ് മൈറ്റ് ഹാവ് ഉപയോഗിക്കുന്നത്. വളരെ ഒരു കുറഞ്ഞ ലെസ് പോസിബിലിറ്റി, വളരെ കുറഞ്ഞ ഒരു പോസിബിലിറ്റി. ഹി മൈറ്റ് ഹാവ് ബ്രോക്കൺ ദിസ് ചെയർ. അവൻ ഈ ചെയർ ബ്രേക്ക് ചെയ്തിട്ട് ഉണ്ടാകാം എന്നതാണ്. ബ്രേക്ക് ചെയ്തിരിക്കാം, പോസിബിലിറ്റി. അപ്പോൾ അതിനെ എങ്ങനെ പാസീവ് വോയിസ് സെൻറ്റൻസിലേക്ക് മാറ്റും? ദിസ് ചെയർ മൈറ്റ് ഹാവ് ബീൻ ബ്രോക്കൺ ബൈ ഹിം. അവിടെയും ബീൻ ആഡ് ചെയ്തു. മൈറ്റ് ഹാവിനെ മൈറ്റ് ഹാവ് ബീൻ എന്നാക്കി മാറ്റി. പിന്നെ എല്ലാ പാസീവ് വോയിസ് സെൻറ്റൻസിലും ചെയ്യുന്നത് പോലെ ഓബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. അടുത്ത ഒരു സെൻറ്റൻസ് നോക്കൂ. They may have given him a book. They may have. May have ഉപയോഗിക്കുന്നത് പോസിബിലിറ്റിക്ക് തന്നെയാണ്, കുറച്ചുകൂടി കൂടിയ ഒരു പോസിബിലിറ്റി. അവർ അവന് ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, കൊടുത്തിട്ടുണ്ടാകാം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്? എ ബുക്ക് may have been given to him by them. ഇവിടെ രണ്ട് ഓബ്ജക്റ്റ് ഉണ്ട്. എ ബുക്ക് എന്നത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഓബ്ജക്റ്റ് ആണ്. പിന്നെയുള്ളത് ഹിം. ആർക്കാണ് കൊടുത്തത്? ഹിം എന്നുണ്ട്. അപ്പോൾ ആ ഹിം രണ്ട് ഓബ്ജക്റ്റുകളും നമ്മൾ പാസീവ് വോയിസ് സെൻറ്റൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എ ബുക്ക് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എ ബുക്ക് മേ ഹാവ് ബീൻ ഗിവൺ ടു ഹിം ബൈ ദം. ടു ഹിം, ടു എന്ന ഒരു പ്രപ്പോസിഷൻ ആഡ് ചെയ്തുകൊണ്ട് ഹിം എന്ന ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് അവിടെ വെച്ചു. രണ്ട് ഓബ്ജക്റ്റ് ഇല്ലേ ആ സെൻറ്റൻസിൽ? യുവർ ഫാദർ മസ്റ്റ് ഹാവ് സ്കോൾഡഡ് യു. യുവർ ഫാദർ മസ്റ്റ് ഹാവ് സ്കോൾഡഡ് യു. സ്കോൾഡഡ് എന്ന് പറഞ്ഞാൽ വഴക്ക് പറഞ്ഞു. നിന്റെ ഫാദർ നിന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും. വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്നത് ഓൾമോസ്റ്റ് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മസ്റ്റ് ഹാവ് എന്ന് ഉപയോഗിച്ചത് അതെന്തായാലും സംഭവിച്ചിട്ടുണ്ടാകും എന്ന അർത്ഥത്തിലാണ്. യുവർ ഫാദർ മസ്റ്റ് ഹാവ് സ്കോൾഡഡ് യു. ഇതിനെ നമുക്ക് പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കണം. യു മസ്റ്റ് ഹാവ് ബീൻ സ്കോൾഡഡ് ബൈ യുവർ ഫാദർ. ബീൻ മസ്റ്റ് ഹാവ് ആയതുകൊണ്ട് മസ്റ്റ് ഹാവ് ബീൻ എന്ന പാസീവ് വോയിസിൽ ഉപയോഗിച്ചു. വി ought to have respected those people. ആ ആളുകളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമായിരുന്നു എന്നാണ്. ought to have respected. ഇതിനെ പാസീവ് വോയിസ് ആക്കണം. ദോസ് പീപ്പിൾ. ദോസ് പീപ്പിൾ അല്ലേ അവിടെ ഓബ്ജക്റ്റ്. അപ്പോൾ അതിനെ സബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ദോസ് പീപ്പിൾ ought to have been respected by us. വി എന്നത് as ആയി മാറി. കാരണം അത് ഒബ്ജക്റ്റീവ് കേസാണ്. നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ സബ്ജക്റ്റിനെ നമ്മൾ ഓബ്ജക്റ്റിൻ്റെ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരികയല്ലേ.
അപ്പോൾ സബ്ജക്റ്റിനെ നമ്മൾ മാറ്റി ആ രീതിയിലേക്ക് മാറ്റണം. സോ ഒബ്ജക്റ്റീവ് കേസാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റിനെ മാറ്റി ബി എന്ന സബ്ജക്റ്റിനെ നമ്മൾ അസ് എന്നാക്കി മാറ്റി. അപ്പോൾ ആക്റ്റീവ് വോയിസിൽ കുഡ് ഹാവ്, വുഡ് ഹാവ് ഒക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ അതെന്ത് ചേഞ്ചാണ് വരുന്നത് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഓർമ്മിക്കുക, ആക്റ്റീവ് വോയിസിലെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് മോഡൽ ഓക്സിലിയറി വെർബ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് എ വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. പാസീവ് വോയിസിലാണെങ്കിൽ ഓബ്ജക്റ്റ് പ്ലസ് മോഡൽ ഓക്സിലിയറി വെർബ് പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്, അത് കഴിഞ്ഞിട്ട് ബൈ പ്ലസ് സബ്ജക്റ്റ്. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായും ഇത് യൂസ്ഫുൾ ആയിരിക്കും.